ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയുടെ ഈ ഒരു തമ്മിലിൽ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ കോപ്പി അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ടിപ്പാണെന്നൊന്നും കരുതരുത്. എനിക്ക് റീസെൻ്റ് ആയിട്ട് വന്ന ഒരു കമൻ്റ് ആയിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് ഭയങ്കര ടഫാണോ, കോപ്പി അടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ട്. അതും കോപ്പി അടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത് ആ ഒരു കമൻറ്റ് ഞാൻ കാണിച്ചല്ലോ. ഇമോജി ഒക്കെ ഇട്ടിട്ട് ഭയങ്കര വിഷമിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്, കോപ്പി അടിക്കാൻ പറ്റില്ലേ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആദ്യം ഈ കമൻറ്റ് കേട്ടപ്പോൾ ഞാനങ്ങ് ഷോക്കായിപ്പോയി കേട്ടോ. കാരണം കോപ്പി അടിക്കാൻ പറ്റില്ലേ എന്ന് ഞാൻ ആലോചിക്കുക, ഈ കോപ്പി അടിക്കാം എന്ന് വിചാരിച്ചിട്ടാണോ വരുന്നത് എന്നുള്ള രീതിക്ക് ഞാൻ ആദ്യം അങ്ങ് ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ നേരെ കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞു, പാവം, അവൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇത് കുറേ നേരം ഞാൻ ചിരിച്ചു കിട്ടുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കമൻറ്റിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു. എക്സാം കുഹാസിൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം എങ്ങനെയാണെന്ന് പിള്ളേർക്ക് അറിയാൻ പാടില്ല എന്നിട്ടായിരിക്കും. എന്തൊക്കെ സെറ്റപ്പാണ്, എങ്ങനെയാണ് എക്സാം നടത്തുന്നതെന്നുള്ളത് അറിയില്ല, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം ടഫാണോ, കോപ്പി അടിക്കാൻ പറ്റുമോ എന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിവ കമൻറ്റ് ഇട്ട ആൾക്ക് താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഐഡിയ തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ആദ്യം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം ടഫാണോ? അതെ, കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഭയങ്കര ടഫാണ്. നിങ്ങൾക്ക് വേറെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇത്രയും ടഫായിട്ടുള്ള നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഇടത്തില്ല. ഭയങ്കര ടഫാണ്. കേരള യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ടഫായിട്ടുള്ള നഴ്സിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്. ഭയങ്കര ടഫാണ് എക്സാംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പി അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കോപ്പി അടിക്കാൻ പറ്റില്ല. കോപ്പി അടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഭീകരന്മാരാണ് നിങ്ങളെങ്കിൽ അത്രയും കോപ്പി അടിച്ചിട്ട് ഞാൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞു തരാം എക്സാംസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, എക്സാം ഹാളിലേക്ക് പോവും. എക്സാം ഹാളിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 8:45 9 o'clock നമ്മൾ എക്സാം ഹാളിലേക്ക് കയറും. നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ എക്സാം ഹാളിൻ്റെ ആ ഒരു രീതി എന്താണെന്നറിയോ, നമുക്കൊരു 3-4 ഇൻവിജിലേറ്റേഴ്സ് കാണും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് വെളിയിൽ നിന്നുള്ള ഇൻവിജിലേറ്റേഴ്സും വരും, ഈ പുറത്തുനിന്നുള്ള ഇൻവിജിലേറ്റേഴ്സ് ചിലപ്പോൾ വരും. അപ്പോൾ ഇങ്ങനെ 3-4 ഇൻവിജിലേറ്റേഴ്സ് കാണും, 4-5-6 കാണും, കുറേ പേര് കാണും. ആ ഒരു ഇൻവിജിലേറ്റേഴ്സ് എല്ലാം നമ്മളെ നല്ല ഡിസ്റ്റൻസിലാണ് ഇരുത്തുന്നത്. ഒരു ടേബിളിൽ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ പോലും അല്ല, നമ്മൾ ഒരു ടേബിൾ, സെപ്പറേറ്റ് ടേബിൾ ആൻഡ് ചെയർ ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ്, അങ്ങനെയുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഓരോ ടേബിൾസ് നമുക്ക് വരുന്നത്. എന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മുടെ ടേബിളിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു രജിസ്റ്റർ നമ്പറിലായിരിക്കും നമ്മൾ, ആ ഒരു സീറ്റിലായിരിക്കും നമ്മൾ ഇരിക്കുക. അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ചുറ്റും ഒരുപാട് ക്യാമറ കണ്ണുകൾ നമ്മളെ റെക്കോർഡ് ചെയ്യുമായിരിക്കും. കുഹാസിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു പോളിസിയാണ്, എക്സാംസ് കംപ്ലീറ്റ്ലി അണ്ടർ CCTV സർവൈലൻസ് ആണ്. വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ് കാണും. ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന ഈ ഫുട്ടേജ് നമ്മുടെ എക്സാം ഷീറ്റ്സിൻ്റെ കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കോളേജ് കുഹാസിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അവിടെ ഒരു നമ്പർ ഓഫ് പാനൽ തന്നെ ഉണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോസ് ചെക്ക് ചെയ്യാനായിട്ട്. നമ്മൾ തിരിയുന്നതോ മറിയുന്നതോ, നമ്മൾ കോപ്പി അടിക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയോ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒരു ഐ കോണ്ടാക്റ്റോ തിരിയുന്നതായിട്ടോ ഒക്കെ കണ്ടാൽ നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ നോട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ അയക്കുന്ന ഫൂട്ടേജിൽ അവർ നോട്ട് ചെയ്യും. ആൻഡ് അവർ നമ്മളെ പേപ്പർ വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു വിത്ത്ഹെൽഡ് ചെയ്തത് എന്തിനാണെന്നുള്ള റീസൺ കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്, ഇന്ന ഒരു ടൈമിൽ ഇന്ന കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ഷീറ്റ് കാണുന്നതായിട്ടോ എന്തോ ഒരു
മാൽ പ്രാക്ടീസ് നടത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിത്ത്ഹെൽഡ് ചെയ്തതെന്നുള്ളത്. പിന്നെ നമ്മൾ കുഹാസിൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ പോയി അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ റിസൾട്ട് എന്നാൽ മാത്രമേ പബ്ലിഷ് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ആയിട്ട് മാൽ പ്രാക്ടീസ് അവർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡീബാർ ചെയ്യും. നമുക്കൊരു 5 ഇയേഴ്സിലേക്ക് നമുക്ക് എക്സാംസ് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൽ കൂടെ ഒരു എക്സാംസിന് ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 9 o'clock നമ്മൾ എക്സാം ഹാളിൽ കയറി എന്ന് പറഞ്ഞാൽ ആ ഒരു 9 o'clock നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കുഹാസ് നിന്ന് റിലീസ് ചെയ്യുന്നത്. ആ ഒരു ടൈം എനിക്ക് കറക്റ്റായിട്ടുള്ള ടൈം അറിയില്ല. നമ്മൾ 9 o'clock ടീച്ചേഴ്സ് എല്ലാം കൂടെ ആ ഒരു റൂമിലേക്ക് ചെല്ലും. അവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആ സമയത്താണ് റിലീസ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും. അവിടെ വെച്ച് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ പ്രിന്റ് ചെയ്യല്ല. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്ത് ഓഫീസിൽ മറ്റേ സൂക്ഷിച്ച് വെച്ചിട്ട് അത് നമുക്ക് കോപ്പി അടിക്കുക അങ്ങനെ എടുക്കാൻ ആ ഒരു രീതിയല്ല. അവർ ആ സമയമായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോഴാണ് കോളേജിൽ അത് മുഴുവനായിട്ട് പ്രിന്റായി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ചൂട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ആ കോപ്പി ഇപ്പം എടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ആ സമയത്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിലീസിങ് നടക്കുന്നത്. ആ സമയം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ വേറൊരു പേപ്പർ കൊണ്ടുവരും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഇന്ന ക്വസ്റ്റ്യൻ ലൈക്ക് മിസ്റ്റേക്ക്, ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും നമുക്ക് അഡീഷണൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരും, കറക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ കറക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കും, എന്തോ ഒരു കറക്ഷൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മൾ വിചാരിക്കും എന്തോ കറക്ഷന് വേണ്ടിയിട്ടൊരു പ്രിന്റ് കൊണ്ട് തന്നേക്കുവാണ്. നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്പെല്ലിംഗ് ഇതല്ല ഇങ്ങനെയാണ് എന്ന് കാണിച്ചേക്കുവാണ്. വേറെ കറക്ഷൻസ് ഒന്നും ഇല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പിൽ വരും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുക, നമുക്ക് എക്സാമിൽ ഒരു പ്രാവശ്യം ഒരു എസ് എ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായിട്ട് ചോദിച്ചത് ഒരു ഷോർട്ട് ഫോം ആണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഓർമ്മയില്ല, അപ്പം ഞാൻ ചുമ്മാ പറയുകയാണ് ICU എന്ന് വെച്ചു. ICU ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പോൾ ഈ ICUവിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് ആർക്കും ക്ലാസ്സിൽ നേരെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അതാണ് എസ് എ ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ അബൌട്ട് ICUവിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സംഭവം ICU എന്താണെന്ന് ഫുൾ ഫോം അറിയില്ല. ഇത് ICU അല്ല കേട്ടോ, വേറെ ഒരു എന്തോ ഒരു ഡിസീസ് കണ്ടീഷനോ എന്തോ ആയിരുന്നു, ഞാനത് മറന്നുപോയി. എനിക്ക് തോന്നുന്നു 3rd ഇയറിലോ 2nd ഇയറിലോ 3rd ഇയറിലോ ആണ് ഈ സംഭവം പറ്റിയത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള പകുതി കൂടുതൽ കുട്ടികൾക്കും ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയില്ല, ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ ഫുൾ ഫോം. അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചു, മാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഫുൾ ഫോം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഫുൾ ഫോം എന്താണെന്ന് അറിയാമെങ്കിൽ ആൻസർ നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമല്ലോ ആൻസർ. പക്ഷേ ഫുൾ ഫോം എന്തെന്ന് അറിയണ്ടേ? അതല്ലേ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആദ്യം എഴുതാനുള്ളത്. ICU എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ആണ്, അതല്ലേ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരില്ല, ഒരു വിധത്തിൽ പറഞ്ഞു തരില്ല. ഒരു CCTV ഉണ്ട്, ക്യാമറ ഓടുന്നത്, നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നോ പറഞ്ഞു തന്നില്ല. നമുക്ക് ഭയങ്കര വിഷമം. നമ്മൾ തിരിച്ച് എക്സാം ഹാളിൽ തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ പറഞ്ഞു ആ ഒരു ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 12 മാർക്ക് കിട്ടിപ്പോയേനെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, ആ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതയും കടന്ന് നിങ്ങൾ കോപ്പി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ സമ്മതിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കോപ്പി അടിക്കാം എന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ അങ്ങനെ ഒരു എക്സാം എഴുതാം എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ ചെയ്യണ്ട. ഇനി അതേപോലെ തന്നെയാണ് എക്സാം ഷീറ്റ്സിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും തരുന്ന. ഒരു 50 പേജസ് ഉള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഫ്രണ്ടിലൊക്കെ നമ്മൾ ബബിൾ ചെയ്ത് ഫില്ല് ചെയ്തിട്ടുള്ള ബുക്ക്ലെറ്റ്. ആ ബുക്ക്ലെറ്റിൽ നമ്മൾ പെൻസിൽ വെച്ച് സൈഡിലെങ്ങാനും എഴുതിയേക്കുവോ വരച്ചേക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതും നമ്മുടെ ആൻസർ കീ വിത്ത് ഹെൽഡ് ചെയ്യും, നമ്മുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്യും. കാരണം ആ ഒരു കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ നമ്മുടെ എക്സാം തീരാറാവുമ്പോൾ തന്നെ ടീച്ചേഴ്സ് പറയും, നിങ്ങൾ പെൻസിൽ വെച്ചെങ്ങാനും എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇറേസ് ചെയ്ത് കളയൂ, ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ടിക്ക്, അതല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുക ഒന്നും ചെയ്യാൻ പാടില്ല. ഹാൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അകത്ത് കയറ്റുന്നത്. അതേപോലെ തന്നെ പൗച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. വെള്ളം വെളിയിൽ കാണും. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം വെള്ളം വേണമെന്ന്. അവർ വെളിയിൽ നിന്ന് ഗ്ലാസ്സിൽ കൊണ്ടുവരും, ആ ഗ്ലാസ് അവരെടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ രീതിയിലായിരിക്കും
അവർ വെള്ളം തരുന്നത് പോലും. സോ നിങ്ങൾക്ക് പൗച്ചൊന്നുമില്ല, ഇതേപോലത്തെ സ്കെയിൽസ് ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്കെയിലില്ലേ, ആ ഒരു സ്കെയിലേ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇറേസർ എല്ലാം നിങ്ങളുടെ കവർ കീറിയിരിക്കണം. ഇറേസറില്ലേ, ആ ഒരു ഇറേസർ വച്ചിരിക്കുന്ന ഇറേസർ കവർ പാടില്ല, ആ കവർ എടുത്ത് കളയണം. ഷാർപ്നർ ആയാലും ആ കവർ എടുത്ത് കളയണം. പെൻസിൽസ് അത് അങ്ങനെ എല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. പോക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യും, പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. കാരണം ഒരു അറിയാതെ പോലും ഷീറ്റ്സോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറ്റുന്നത്. സോ കുഹാസിൻ്റെ എക്സാം നല്ല ടഫാണ്. കുഹാസിൻ്റെ എക്സാമിന് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ സപ്പോസ് പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോപ്പി അടിച്ച് നിങ്ങൾ ജയിക്കില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ തുണ്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും കോപ്പി അടിച്ചിട്ട് നിങ്ങൾ ജയിക്കില്ല. കാരണം 100% കോപ്പി അടിക്കാനുള്ള കണ്ടൻസ് അല്ല നിങ്ങൾക്ക് എഴുതേണ്ടത്. സോ നഴ്സിംഗ് നിങ്ങൾക്ക് ഒരിക്കലും കോപ്പി അടിച്ച് ജയിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള മാൽ പ്രാക്ടീസസ് ഒരിക്കലും ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്കൊരു ചെറിയ ഉദ്ദേശമെങ്കിൽ ഇതേപോലെ കോപ്പി അടിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ വെറുതെ പോലും നിങ്ങൾ ഇനി തോന്നരുത്. നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല, അടിക്കാൻ ശ്രമിക്കരുത്. ഇറ്റ്സ് യുവർ ഫ്യൂച്ചർ, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അത് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. യൂണിവേഴ്സിറ്റി എക്സാമിന് മാത്രം നിങ്ങൾ ഈ വക കാര്യങ്ങൾ ട്രൈ ചെയ്യരുത്. കോളേജിലെ എക്സാം നമ്മൾ കൂടിപ്പോയാൽ നമ്മളെ പാരൻസിനെ വിളിക്കും, അവർ എക്സാമിന് നീ ഇനി എഴുതണ്ട എന്ന് പറയും. അതൊക്കെ ചെയ്യത്തുള്ളൂ. കോളേജിലെ എക്സാംസിന് നമ്മളെല്ലാവരും കൊച്ചു കോപ്പിയൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് നോ, ഡോണ്ട് ഡു ഇറ്റ് ഇൻ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ 2-3 ദിവസമായി ഈ ഒരു കമൻറ്റ് കണ്ടിട്ടും ഈ ഒരു കമൻറ്റ് ഇട്ടിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇപ്പോഴും ഞാൻ അതും ആലോചിച്ച് എന്നാലും എന്നോട് അങ്ങനെ ചോദിച്ചല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കി ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള രസകരമായ കമൻസ് ഒക്കെ ഞാൻ ഇനിയും വെൽക്കം ചെയ്യുകയാണ്. ഇതുപോലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ ചിലപ്പം ഇടും. അങ്ങനെ ഇടുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ പേരൊന്നും കാണിക്കാണ്ടായിരിക്കും ഞാൻ ആ കമൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കമൻസ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെയും കാണാം.